പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 11-ാം ദിവസം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. മറുകരെ എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു അഗ്നേയ രഥവും അഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. അവൻ വസ്ത്രം കീറി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, വേർപെടാൻ ആഗ്രഹിക്കുന്ന പ്രവാചകന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യനെയാണ് ഈ വചനഭാഗത്ത് നാം കണ്ടുമുട്ടുക. ഏലിയ എടുക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യനായ എലീഷായ്ക്ക് കൊടുക്കുന്ന അഭിഷേകമാണ് ഈ തിരുവചനത്തിൻ്റെ ഇതിവൃത്തം. പ്രവാചകനായ ഏലിയ തൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എടുക്കപ്പെടും എന്ന് ബോധ്യമായപ്പോൾ എലീഷ പ്രവാചകന്റെ കൂടെ നടക്കുകയാണ്. ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് നീ ചോദിച്ചത് ലഭിക്കുമെന്ന് പ്രവാചകൻ എലീഷായെ ഓർമ്മപ്പെടുത്തി. പ്രവാചകനെ വിട്ടുമാറാതെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന എലീഷ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. അനുഗ്രഹം അനുഗ്രഹദാതാവിലാണ് നിലകൊള്ളുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അനുഗ്രഹദാതാവിനെ വിട്ട് അനുഗ്രഹം മാത്രം അന്വേഷിച്ചു പോകുന്നവൻ ബുദ്ധിമാനല്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്നാൽ അനുഗ്രഹത്തിൻ്റെ അസ്തിത്വം അനുഗ്രഹദാതാവിലാണ് നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ, നാം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ പലപ്പോഴും അനുഗ്രഹദാതാവിനെ നാം മറന്നു കളയുന്നു. ശില്പങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച നീ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല എന്ന തിരുവചനം എത്രയോ യാഥാർത്ഥ്യമുള്ളതാണ്. അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ സൗകര്യപൂർവം അനുഗ്രഹദാതാവിനെ നാം മറന്നു കളയും. അങ്ങനെ മറന്നു കളഞ്ഞാൽ നമ്മുടെ നിത്യതയിലേക്ക് കരകയറാൻ നമ്മുടെ വഴികൾ അടഞ്ഞു പോകും. അതുകൊണ്ട്
അനുഗ്രഹദാതാവിൻ്റെ കൂടെ എപ്പോഴും വ്യാപരിക്കുവാൻ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇടപെടലുകളും അനുഗ്രഹദാതാവിൻ്റെ ഒപ്പമാകാൻ നമുക്ക് പരിശ്രമിക്കാം. അനുഗ്രഹത്തിൽ മാത്രം കണ്ണുവെച്ച് അനുഗ്രഹം മാത്രം പ്രാർത്ഥിക്കുന്നവരായി അവസാനം ജീവിതം മുഴുവൻ തകർച്ചയിലേക്ക് പോകുന്നവരായി മാറാതിരിക്കാൻ കർത്താവായ ഈശോയെ നമുക്ക് മുറുകെ പിടിക്കുന്നവരായി തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അങ്ങേ ലക്ഷ്യം വെച്ച് നീങ്ങുവാനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന സുഖവും ദുഃഖവും എപ്പോഴും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കും. അനുഗ്രഹദാതാവായ അങ്ങ് എന്നെ നയിക്കുമെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ധന്യമായി തീരും. ഏലീശായെ അനുഗ്രഹിച്ച ദൈവമേ, പ്രവാചകനെ വിട്ടുമാറാതെ ഒട്ടിച്ചേർന്ന് നിന്ന് ഏലീശയ്ക്ക് ലഭിച്ച ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിന്ന് ഞങ്ങൾക്കും നൽകാൻ ഇടയാകണമേ. അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ അനുഗ്രഹദാതാവിന് മതി എന്ന് പറയാനുള്ള കൃപ നൽകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.